കുജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകികോകിലം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ ഡോക്ടർ മാരാർജി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ഇവിടെ രാമായണ മാസം ആരംഭിക്കുകയാണ്. ആദിത്യൻ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുന്നത് 1200 മിഥുനമാസം 32-ാം തീയതിയാണ്. അതായത് 2025 ജൂലൈ മാസം 16-ാം തീയതി വൈകിട്ട് 5 മണിയോടുകൂടിയാണ് കർക്കിടക രവി സംക്രമം. ഈ കർക്കിടക രവി സംക്രമമാണ് സൂര്യൻ്റെ കർക്കിടക രാശി പ്രവേശനവും അതുമായി ബന്ധപ്പെടുന്ന ശുഭാശുഭ ഫലങ്ങളും നാം ചർച്ച ചെയ്യേണ്ടത്. രാമായണ മാസാരംഭമാണ്. പുണ്യപുരാണ രാമായണ മാസം എന്നൊക്കെ നാം പറയും. രാമായണത്തെ, വാൽമീകിയുടെ മൂലരാമായണത്തെ ഇത്രയധികം ജനകീയമാക്കിയത് എഴുത്തച്ഛനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ അവതരണ ശൈലി തൻ്റെ ശ്ലോകങ്ങളിലൂടെ അത് ജനകീയമാക്കി സാധാരണക്കാർക്കും പ്രാപ്യമായ ദുർഗ്രാഹ്യമായ സംസ്കൃത പദങ്ങളിൽ നിന്നും മോചിതരാകാനുള്ള ഒരു വലിയ അവസരം തുഞ്ചത്ത് എഴുത്തച്ഛൻ, തുഞ്ചത്ത് ആചാര്യൻ മലയാളിക്ക് സമ്മാനിച്ചു. അപ്രകാരം തന്നെ കമ്പരാമായണം, ലോകത്തിൽ ഇന്തോനേഷ്യയിലും രാമായണമുണ്ട്. രാമായണം എല്ലാ ഭാഷകളിലും അതിശക്തമായി തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. തൻ്റെ കൃതിയെപ്പറ്റിയുള്ള ഒരു ധൈര്യപൂർവമുള്ള നീക്കമായിരുന്നു വാൽമീകി തൻ്റെ ശ്ലോകാരംഭത്തിൽ രാമായണം രചിക്കുമ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചത്. യാവസ്ഥാസ്യന്തി ഗിരയ സരിതശ്ച മഹീതലേ താവത് രാമായണ കഥ ലോകേഷു പ്രചരിഷ്യതി. ഈ കുന്നുകളും പുഴകളും ഉള്ള കാലത്തോളം, അനന്തകാലത്തോളം രാമായണ കഥ ലോകങ്ങളിൽ പ്രചരിക്കുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അത് കവിയുടെ ആത്മധൈര്യമാകുന്നു. തൻ്റെ കൃതി എത്രത്തോളം മികച്ചതാണ്, അത് എത്രത്തോളം പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ആ ശ്ലോകവും രാമായണമെന്ന ആ ഇതിഹാസ ഗ്രന്ഥവും. പലരും രാമായണമെന്ന ഈ ശ്ലോകത്തിനെ 4 ശ്ലോകത്തിൽ, ഒരൊറ്റ ശ്ലോകത്തിൽ ഏകശ്ലോകി രാമായണമെന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കർത്തൃത്വമാരെന്ന് നമുക്കറിയില്ല. പൂർവം രാമതപോവനാധിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരി ദാഹനം പശ്ചാത് രാവണ കുംഭകർണ മഥനം ഏതദ്ധി രാമായണം. ഇതാകുന്നു രാമായണത്തിൻ്റെ അന്തസത്ത. ഏതായാലും ഈ രാമായണ കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകത എന്താണ്? സൂര്യൻ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുന്നു. ഇതാണ് കർക്കിടക മാസം. ഇത് കർക്കിടക മാസം 32ഓളം ദിനങ്ങൾ സൂര്യൻ കർക്കിടക രാശിയിൽ നിൽക്കുന്നു. അതാണ് കർക്കിടക മാസം. യഥാർത്ഥത്തിൽ സൂര്യൻ്റെ ആശ്രയഫലം വരാഹമിഹിര ആചാര്യൻ പറഞ്ഞത് അത്ര ശുഭമല്ല. കർക്കിടകത്തിൽ മിഥുനത്തിലെ സൂര്യനാണെങ്കിൽ വിദ്യാ ജ്യോതിഷ വിത്തവാൻ, വിദ്യയും ജ്യോതിഷവും ധനവും ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ സൂര്യൻ്റെ ആശ്രയഫലം വളരെ നല്ല ഒരു ഫലമല്ല ഹോരാചാര്യൻ പറഞ്ഞിരിക്കുന്നത്. തീഷ്ണോസ്വ പരകാര്യകൃത് ശ്രമവധ ക്ലേശേച്ച് സംയുജ്യത. തീഷ്ണ, അദ്ദേഹം ആ ആദിത്യൻ്റെ തീഷ്ണ സ്വഭാവം പുലർത്തും കർക്കിടകത്തിലെ സൂര്യൻ. അസ്വഹ നാസ്തി സ്വം യസ്യ സഹ. ഇദ്ദേഹം ധനപരമായ അഭിവൃദ്ധി ഇദ്ദേഹത്തിനുണ്ടാകില്ല. ഇദ്ദേഹം ദരിദ്രനാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വമില്ലാത്തവൻ, ധനമില്ലാത്തവൻ ദരിദ്രനാണ്. പരകാര്യകൃത്, പരസ്യ കാര്യം കരോതി ഇത് പരകാര്യകൃത്. അന്യന് വേണ്ടി ജോലി ചെയ്യുക, അന്യനെ സേവിക്കുക. അത് കൺസൾട്ടൻസി മുതലായ വിഷയങ്ങളിലേക്കൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ശ്രമവധ ക്ലേശഹി സംയുജ്യതേ. ധാരാളം ക്ലേശങ്ങൾ അനുഭവിക്കും ഈ വ്യക്തി. ശ്രമവധ, വധശ്രമം മുതലായ വിഷയങ്ങളിലേക്ക് വരും. പലപ്പോഴും പാപരതി വളരെയധികം കർക്കിടകത്തിൽ നിൽക്കുന്ന ആദിത്യൻ പ്രകടിപ്പിക്കും.
കുറ്റവാസന, കുറ്റരതി, പാപവാസന തനിക്കുണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു. സൂര്യൻ പാപഗ്രഹമാണെങ്കിലും സാത്വിക ഗ്രഹത്തിലാണ് അദ്ദേഹത്തെ പെടുത്തിയിരിക്കുന്നത്. ഈ സൂര്യനും ചൊവ്വയും കൂടി വന്നാൽ അഘരതമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അയാൾ പാപരതിയോട് കൂടിയിരിക്കുന്ന വ്യക്തിയായിരിക്കുമെന്ന് ഫലം പറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള സൂര്യനും ചൊവ്വയും 6, 3, 9 ഭാവങ്ങളിലൊക്കെ നിൽക്കുകയാണെങ്കിൽ വലിയ കുറ്റകർമ്മങ്ങളിലും പാപവാസനകളിലും എത്തിച്ചേരുമെന്നൊരു ഫലം ഉണ്ട്. അതിനാൽ ഈ കർക്കിടകത്തിലെ സൂര്യൻ്റെ ചാരവാശാലുള്ള ഫലം എപ്രകാരമാണ് മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും അനുഭവവേദ്യമാവുക എന്നാണ് നാം ചർച്ച ചെയ്യുന്നത്. ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു കന്നിരാശി. ഇവിടെ കന്നിരാശിക്കാർക്ക് സൂര്യൻ ഏറ്റവും ശക്തനായി 11ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 11ാം ഭാവത്തിൽ ആദ്യത്തിൽ നിൽക്കുന്നത് വളരെ ഗുണമാണ്. പക്ഷേ ഒരു വിഷയം നിങ്ങൾ മനസ്സിലാക്കണം, സൂര്യൻ 12ാം ഭാവാധിപനാണ്, വൈകല്യവാനാണ്. അതിനാൽ 11ാം ഭാവത്തിൽ ആദിത്യൻ വരുമ്പോൾ പാദങ്ങൾക്കുണ്ടാകുന്ന വൈകല്യങ്ങൾ ശ്രദ്ധിക്കണം. ഉദരസംബന്ധമായ രോഗം ശ്രദ്ധിക്കണം. കാരണം 11ലെ വൈകല്യവാനായ സൂര്യൻ നോക്കുന്നത് 5ാം ഭാവത്തിലേക്കാണ്. 5ാം ഭാവം ഉദരമാണ്, വയറാകുന്നു. ശൂലി, വയറ് രോഗമുണ്ടാകും. അപ്രകാരം തന്നെ സന്താനങ്ങൾക്ക് വളരെയധികം ദോഷം പ്രദാനം ചെയ്യും. സന്താനങ്ങൾക്ക് ശാരീരിക ക്ലേശങ്ങൾ വരും. അല്ലെങ്കിൽ സ്ത്രീകൾ, ഗർഭിണിയായ സ്ത്രീകൾ എബോർഷന് വിധേയമാകും. അല്ലെങ്കിൽ ഗർഭം ധരിച്ച് പ്രസവദിനം കാത്തിരിക്കുന്ന സ്ത്രീകൾക്ക് പെട്ടെന്ന് ശാരീരികമായി BP വരിക. സൂര്യൻ പിത്തകാരകനാണ്. പെട്ടെന്ന് BP വരിക, പ്രിമച്വറായ സന്താനങ്ങളെ പ്രസവിക്കേണ്ടുന്ന അവസ്ഥയൊക്കെ വരും. അതിനാൽ മനസമാധാനത്തോടു കൂടി ഗർഭിണികൾ ആശുപത്രികളിൽ വസിക്കേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. സലാഭ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. 11ലെ സൂര്യന് വരാഹമിഹിര ആചാര്യൻ. ഈ വ്യക്തി ധാരാളം ലാഭമുണ്ടാക്കും. ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്ന ഫലം നിങ്ങൾ ശ്രദ്ധിക്കണം. രവോ സംഭവേ സംജ ലാഭോപയാതെ നൃപദ്വാരതോ രാജമുദ്രാധികാരാത്. രാജാവ് തനിക്ക് അംഗീകാരം തരും, മുദ്ര തരും, അധികാരം തരും. അപ്പോൾ രാജാവിലുള്ള ധനം വരും. അതിനാൽ തൻ്റെ കമ്പനിയിൽ തനിക്ക് ജോലി സാധ്യത, പ്രമോഷൻ, അധികാരം, സർവാധികാരം ലഭിക്കുക. പ്രത്യേകിച്ച് സൂര്യൻ സർക്കാരാണ്. അതിനാൽ സർക്കാരിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുക. ഉന്നത രാഷ്ട്രീയക്കാരുടെ സൗഹൃദത്തിലൂടെ പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും. പ്രതാപാനയിലെ ശത്രുവ സമ്പദന്തി. തൻ്റെ പ്രതാപമാകുന്ന തീര് ശത്രുക്കൾ വെന്ത് വെണ്ണീറാകും, ശത്രുക്കൾ നശിക്കും. അതിനാൽ തനിക്ക് തൻ്റെ ശക്തി പ്രകടിപ്പിക്കുവാനുള്ള സമയമാണ്. ഇംപ്ലിമെൻ്റ് ചെയ്യാം താൻ വിചാരിച്ച രീതിയിൽ ഈ ഒരു മാസക്കാലം. ശ്രിയോനേഖത. തനിക്ക് പല രീതിയിലുള്ള വരുമാനങ്ങൾ ഉണ്ടാകും. ദുഃഖം അംഗോദ്ഭവാനാം. താൻ സന്താനങ്ങളെ കൊണ്ട് വളരെയധികം ദുഃഖം അനുഭവിക്കും. ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. 12ാം ഭാവം വൈകല്യം ചിന്തിക്കേണ്ടുന്ന സൂര്യൻ 5ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സന്താനത്തിന് അശ്രേയസ് വരും. സന്താനങ്ങൾ കാരണം തനിക്ക് ദുഃഖിക്കേണ്ടി വരുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. അതിനാൽ നന്നായി ശിവപ്രീതി ചെയ്യുക. 12 വയസ്സിന് താഴെയുള്ള മക്കളുടെ പേരിൽ കർഗഹോമവും 12 വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ പേരിൽ മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ ചെയ്യണം കന്നി രാശിക്കാർ. എല്ലാ പ്രിയപ്പെട്ട കന്നി രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു മാസക്കാലത്തെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.